സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട് തുറന്നു പറച്ചിലുമായി പരാതിക്കാരി ഡോക്ടർ ആശ ആച്ചി ജോസഫ്. കുഞ്ഞുമുഹമ്മദ് നടത്തിയ അതിക്രമം ബോധപൂർവം ആയിരുന്നുവെന്നും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും വാർത്ത വരും വരെയും പോലീസ് FIR ഇട്ടില്ലെന്നും ആശ ആരോപിച്ചു. അതിക്രമം നേരിട്ടപ്പോൾ മിണ്ടാതിരിക്കണമെന്ന് പലരും ഉപദേശിച്ചെന്നും സഹതാപമല്ല സമൂഹത്തിൻ്റെ ഐക്യദാർഢ്യമാണ് വേണ്ടതെന്നും ആശ പറയുന്നു. കുഞ്ഞുമുഹമ്മദിനെതിരെ ആശ ആച്ചി ജോസഫ് വനിതാ കമ്മീഷനും പരാതി നൽകിയിരുന്നുവെന്ന് കമ്മീഷൻ അധ്യക്ഷ P. സതിദേവി പറഞ്ഞു. ആശയുടെ തുറന്നെഴുത്ത് സ്വാഗതാർഹമെന്നും സതിദേവി വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്ക് നൽകിയതിൻ്റെ ഒരു കോപ്പിയാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിക്കെതിരായിട്ട് FIR ഇട്ടു എന്നും കേസ് രജിസ്റ്റർ ചെയ്യുന്നു എന്നും അയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്കെതിരായിട്ട് ആരോപണങ്ങൾ വരുമ്പോൾ, ആക്ഷേപങ്ങൾ, പരാതികൾ എന്നിവ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിൽ നിന്നുണ്ടാവുന്ന ഒരു സമ്മർദ്ദ സ്വഭാവം തീർച്ചയായിട്ടും ഈ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ആരോപണ വിധേയരായിട്ടുള്ള വ്യക്തികൾ ഉന്നത സ്ഥാനത്തിരിക്കുമ്പോൾ പലപ്പോഴും നിശബ്ദരാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾ പരാതിപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സാഹചര്യം തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ പലപ്പോഴും സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരാറുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഏതായാലും ഇന്ന് ആ സ്ത്രീ വളരെ പരസ്യമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ തൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള വിഷമങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് തന്നെ എഴുതാൻ തയ്യാറായി എന്നുള്ളത് ഒരു സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമായിട്ട് കാണുകയാണ്. അങ്ങനെ അതൊരു പരാതി കമ്മീഷന് മുമ്പാകെ നൽകിയിട്ടില്ല. പരാതിപ്പെടുന്നത് തന്നെ വളരെ കോൺഫിഡൻഷ്യലായിട്ട് ആണ് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ടാണ് അവർ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി ഫോർവേഡ് ചെയ്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടതിനെ തുടർന്നിട്ടാണ് ആ കേസിൽ അന്വേഷണ നടപടികൾ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി ഉന്നത സ്ഥാനീയനായിരുന്നിട്ട് പോലും നടപടി ഉണ്ടായി, അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ആരോപണത്തിന് ഇടയാക്കിയിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന് കേസെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, നമുക്കറിയാം സാധാരണ മുഖ്യമന്ത്രിക്ക് മുൻപാകെ ഒരു സ്ത്രീ ചെന്ന് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ശക്തമായ നടപടിയെടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ നിർദ്ദേശം നൽകുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലും തനിക്ക് നീതി കിട്ടിയില്ല, മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിട്ടും നീതി കിട്ടിയില്ല എന്ന് ഒരു സിനിമാ പ്രവർത്തക, ഒരു സാധാരണക്കാരിയല്ല, ഒരു പ്രശസ്തയായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇക്കാര്യം വനിതാ കമ്മീഷൻ അധ്യക്ഷയും തുറന്നു പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, പക്ഷെ മറുപടി ഒന്നും കിട്ടിയില്ല എന്ന്. ഇവിടെ എവിടെയാണ് സ്ത്രീകൾക്ക് നമ്മുടെ ഭരണകൂടം സംരക്ഷണമൊരുക്കുന്നതെന്നൊരു ചോദ്യം ബാക്കിയാണ്. കാരണം പലപ്പോഴും രാഷ്ട്രീയപരമായി ഇത്തരം നിയമങ്ങളെയൊക്കെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ സമീപകാലത്ത് പല പ്രമുഖർക്കെതിരായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലൊക്കെ അതിവേഗത്തിൽ നടപടിയെടുത്ത, അറസ്റ്റ് ചെയ്യാൻ നടപടി സ്വീകരിച്ച പോലീസാണ് മറ്റൊരു സ്ത്രീക്ക് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ, അതും ഒരു ഇടതുപക്ഷ സഹയാത്രികൻ്റെ ഭാഗത്ത് നിന്ന്, ഒരു സംവിധായകൻ്റെ ഭാഗത്ത് നിന്ന്, മുൻ MLA ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായപ്പോൾ പോലീസ് കണ്ണടച്ചത്, പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കാതിരുന്നത്. പക്ഷെ തുറന്നു പറച്ചിലുമായി ആശ ആച്ചി ജോസഫ് ഇപ്പോൾ രംഗത്തെത്തുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ പരസ്യ പ്രതികരണവുമായി ഇവർ രംഗത്തെത്താനുള്ള കാരണം നവമി? ടോം, മനോരമയിൽ നൽകിയ ലേഖനത്തിലാണ് അവർ തന്റെ ഐഡന്റിറ്റിയും തനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ആളുടെ പേര് വിവരങ്ങളും ഒക്കെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലേഖനം മനോരമ പത്രത്തിൽ അവർ എഴുതിയിരിക്കുന്നത്. അതിൽ പോലീസിനെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഈ നടപടി വൈകിയതിലെയൊക്കെ വലിയ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ ലേഖനത്തിൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇര, അതിജീവിത എന്നീ പദങ്ങൾ തനിക്ക് നേരെ പ്രയോഗിക്കുമ്പോൾ വ്യക്തി എന്ന നിലയിൽ തന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള അവകാശം പോലും മായ്ച്ചു കളയുന്ന ശ്രമമായിരുന്നു നടക്കുന്നതെന്നാണ് അവർ ഈ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ തനിക്കുണ്ടായ ദുരനുഭവം അത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകി. ആ പരാതി പറയുന്ന തീയതി അവർ പറയുന്നത് 2025 നവംബർ 24 ഈ പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയത്. അതിനുശേഷം ഡിസംബർ 8 ചാനലിലൂടെ ഇക്കാര്യങ്ങൾ പുറത്തു വന്നത്.
ആ സമയത്ത് പോലും, അതായത് നവംബർ 24-ന് പരാതി കൊടുത്ത് ഡിസംബർ 8-ന് ചാനലുകളിൽ കൂടി ഈ പരാതിയുടെ വാർത്ത പുറം ലോകം അറിഞ്ഞിട്ട് പോലും പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഈ വാർത്താ ചാനലിലൊക്കെ ഇത്രയും വാർത്തയായതിനു ശേഷമാണ് FIR ഇടാൻ പോലും പോലീസ് തയ്യാറായതെന്നാണ് അവർ പറയുന്നത്. അത്രയേറെ നീതി നിഷേധമാണ് തനിക്കെതിരെ ഉണ്ടായിട്ടുള്ളത്, തനിക്ക് അനുഭവപ്പെട്ടതെന്ന് കൂടി ആശ ആച്ചി ജോസഫ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ല, നിശബ്ദയാകാൻ ഒരുക്കമല്ല എന്നുകൂടി അവർ പറയുന്നുണ്ട്. ഈ തന്നോട് മിണ്ടാതിരിക്കണമെന്ന് പലരും ഉപദേശിച്ചു. അതോടൊപ്പം തന്നെ ഇത് ഒത്തുതീർപ്പിലേക്ക് പൊയ്ക്കൂടെ എന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടൊക്കെ ആളുകൾ ശ്രമിച്ചു എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. നിശബ്ദത തന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട രണ്ടാമത്തെ അതിക്രമമാണ് ഇതെന്നുകൂടി ആശ ഈ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും പി സതീദേവി കൂടി ഇക്കാര്യങ്ങൾ, വനിതാ കമ്മീഷൻ ചെയർമാൻ കൂടി ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ആശ തങ്ങൾക്കും ഈ ഒരു പരാതിയുടെ കോപ്പി കൈമാറിയിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയുടെ കോപ്പി തങ്ങൾക്കും അയച്ചിരുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഇതിനെ ബന്ധപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷെ ആ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നുകൂടി സതീദേവി പറയുന്നു. പൊതുസമൂഹം ഇങ്ങനെ ഒരു, പ്രത്യേകിച്ച് ഒരു സ്ത്രീ പരാതിയുമായി രംഗത്തെത്തിക്കഴിഞ്ഞാൽ അതൊരു പീഡന പരാതിയോ മറ്റെന്തെങ്കിലും പരാതിയോ ആയിക്കോട്ടെ, അത് ഒത്തുതീർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും സമൂഹം ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നത്. അതിനെയൊക്കെ രൂക്ഷമായി വിമർശിക്കുകയാണ് പി സതീദേവിയും. എന്തായാലും ഈ ആശയുടെ ഈ ഒരു തുറന്നു പറച്ചിൽ അത് വലിയ വിവാദമായിരിക്കുകയാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കടക്കം അല്ലെങ്കിൽ പോലീസിന് എതിരെയൊക്കെ വലിയ വിമർശനമായി തന്നെ നിലനിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് അടക്കം ഇതിനെ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു, പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയിട്ടും വളരെ വൈകിയാണ് ഈ ഇതിൽ FIR പോലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത് എന്നീ വിമർശനങ്ങളാണ് ഈ ആശ ഈ ലേഖനത്തിലൂടെ പറയുന്നത്. 2025-ലെ IFFKയിലേക്കുള്ള സിനിമകളുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഉള്ള ജൂറി അംഗം കൂടിയായിരുന്നു ഈ ആശ. അതിലെ തന്നെ ഈ ചെയർമാനായിട്ടുള്ള PT കുഞ്ഞു മുഹമ്മദ് ഹോട്ടലിൽ വെച്ച് തന്നോട് അപമര്യാദയായി പെരുമാറി എന്നായിരുന്നു പരാതി നൽകിയത്. പിന്നീട് പോലീസ് അടക്കം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ഇതിലൊരു FIR ഇടാൻ പോലും തയ്യാറായത്. പക്ഷെ അപ്പോഴും ഇതിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതിൽ, ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിൽ എത്രമാത്രം സത്യസന്ധത പോലീസ് പുലർത്തി എന്നതിൽ ഇപ്പോഴും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ആശയും. തനിക്ക് നേരെ നടന്ന ഈ ഒരു അതിക്രമം, അതിന് എതിരെ കൃത്യമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കാൻ പോലീസോ സർക്കാരോ തയ്യാറായില്ല എന്നുകൂടിയാണ് ആശ ഈ ലേഖനത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് കേട്ടോ. തീർച്ചയായും അതുതന്നെയാണ് നവമി. ഇവിടെ രണ്ട് നീതിയാണ് ഉള്ളത്. കാരണം ചില സ്ത്രീകൾ പരാതി നൽകിക്കഴിഞ്ഞാൽ ശക്തമായ, ചിലർക്കെതിരെ പരാതി നൽകിയാൽ ശക്തമായ നടപടി, ഇനിയൊരു പക്ഷേ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്നവർക്കെതിരെ മറ്റൊരു നടപടി. അതുതന്നെയല്ല യഥാർത്ഥത്തിൽ ഈ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിലും സംഭവിച്ചത്. ഇവിടെ ഒരു ആക്ടിവിസ്റ്റുകളുടെയും പ്രതികരണം കണ്ടില്ല, അല്ലെങ്കിൽ സൈബറിടത്ത് ഇവർക്ക് ഈ അതിജീവിതയ്ക്ക് യാതൊരു പിന്തുണയും ലഭിച്ചില്ല. മറ്റു പല കേസുകളിലും നിന്നും വ്യത്യസ്തമായിട്ടുള്ള സമീപനമാണ് ഈ കേസിൽ, ഈ ആശയുടെ കേസിൽ സംഭവിച്ചത്, അല്ലേ? അതെ, അവർ ആ ലേഖനത്തിൽ അതും സൂചിപ്പിക്കുന്നുണ്ട്. തന്റെ പരാതി ഒതുക്കി തീർക്കാൻ ചിലർ ശ്രമിച്ചു എന്നുകൂടി പറയുന്നുണ്ട്. താൻ പരാതി നൽകിയതിനു ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നത്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് IFFK ഉണ്ടായി. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്റെ പരാതി മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുകൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ തനിക്ക് നേരിട്ട വലിയ നീതി നിഷേധം അല്ലെങ്കിൽ തന്നെ നിശബ്ദയാക്കാൻ പലരും ശ്രമിച്ചു എന്നാണ് അവർ ഈ ലേഖനത്തിൽ ഉടനീളം പറഞ്ഞു വെക്കുന്നത്. ഈ നമ്മുടെ പി സതീദേവി എന്ന് പറഞ്ഞതുപോലെ പരാതിക്കാർ ഉന്നതരായി കഴിഞ്ഞാൽ ഇരകളെ അല്ലെങ്കിൽ അതിജീവിതകളെ നിശബ്ദരാക്കാനുള്ള ഒരു ശ്രമം അത് കൂടുതലാകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ഒരിക്കലും അവരുടെ ശബ്ദമുയർത്തി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരാതിരിക്കുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ പലരും നടത്തുന്നുണ്ടെന്ന് പോലീസിനെയും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെ പി സതീദേവി പറയുന്ന സാഹചര്യവും ഉണ്ടായി. എന്തായാലും ആശയുടെ ഈ ഒരു ലേഖനം അത് ഏറെ ചർച്ചയായിരിക്കുകയാണ്. PT കുഞ്ഞു മുഹമ്മദിനെതിരെ എന്ത് നടപടിയെടുത്തു എന്ന ആശയുടെ ആവർത്തിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ചർച്ചയിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ്
വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.